പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. ചെല്ലാനം ടെട്രോപോഡ് കൽഭിത്തി നിർമ്മാണം ബീച്ച് റോഡ് വരെ നീട്ടണമെന്ന് കൊച്ചി ജനകീയവേദി ആവശ്യപ്പെട്ടു. ചെല്ലാനം പഞ്ചായത്തിൽ തീരസംരക്ഷണത്തിനായി നടപ്പാക്കുന്ന ടെട്രോപോഡ് ഭിത്തി നിർമ്മാണ പദ്ധതി ബീച്ച് റോഡ് വരെ നീട്ടണമെന്ന് ചെല്ലാനം കൊച്ചി ജനകീയവേദി ആവശ്യപ്പെട്ടു. പുത്തൻതോട് മുതൽ ചെല്ലാനം പഞ്ചായത്തിന്റെ വടക്കേ അറ്റം വരെയുള്ള രണ്ടാം ഘട്ട ഭിത്തി നിർമ്മാണം മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകിയതായി സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ആദ്യം തന്നെ ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ള 7.36 കിലോമീറ്റർ കടൽഭിത്തി നിർമ്മിക്കുന്നതും 6 പുലിമുട്ട് ബസാർ വേളാങ്കണ്ണി പ്രദേശങ്ങളിൽ 6 പുലിമുട്ട് നിർമ്മിക്കുന്നതും. ആ പദ്ധതി വന്നപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളോടും ജനങ്ങളോടും ഉദ്യോഗസ്ഥരോടും അധികാരികളോടും ഭരിക്കുന്നവരോടും എല്ലാവരോടും പറഞ്ഞിരുന്നു, ഇത് ചെയ്യുന്നത് അപകടമാണ്. ഒന്ന് പുലിമുട്ടിടുന്നത്, അതുകൂടാതെ തന്നെ തെക്ക് നിന്ന് പണി ആരംഭിച്ച് ഇടക്ക് വെച്ച് പണി നിർത്തിയാൽ എവിടെ പണി അവസാനിക്കുന്നു അതിന്റെ വടക്കുവശത്തേക്ക് തൊട്ടടുത്ത കാലവർഷത്തിൽ കടൽ കയറുമെന്നുള്ളത്. 2021 തെരഞ്ഞെടുപ്പ്, രണ്ടാം പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ 344.2 കോടി രൂപയുടെ പദ്ധതി. ആ പദ്ധതി അപ്പം തന്നെ അവർ ഊരാളത്തിൽ അപ്പം തന്നെ ചെയ്ത് അടുത്ത 2022 കടലുകയറ്റത്തിന് കാലവർഷത്തിന് തന്നെ അതിന്റെ വടക്കുവശത്തേക്ക്, അതായത് പുത്തൻതോട് മുതൽ വടക്കോട്ട് അതിരൂക്ഷമായി കടന്നു കയറാൻ തുടങ്ങി. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ ഗുരുതരമാണ്. ഇവിടെ ചെയ്തേ പറ്റും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളിൽ കടൽ കയറ്റ ഭീഷണി നേരിടുകയാണ്. ഈ പ്രദേശത്ത് കടൽ കയറ്റം തടയാൻ പദ്ധതിയൊന്നുമില്ല. നിലവിലുള്ള കടൽഭിത്തി തകർന്നു കിടക്കുകയാണ്. ഇവിടെ ജനസാന്ദ്രത കൂടുതലാണ്. കടലിനോട് തൊട്ടുരുമയാണ് വീടുകൾ നിൽക്കുന്നത്. കടൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇടം പോലുമില്ല. ഈ പദ്ധതിയോട് ചേർന്ന് തന്നെ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് മേഖലയിലെ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന് സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദുരിതവും കടലുകയറ്റവും ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ആദ്യം തന്നെ ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ള 7.36 കിലോമീറ്റർ കടൽഭിത്തി നിർമ്മിക്കുന്നതും 6 പുലിമുട്ട് ബസാർ വേളാങ്കണ്ണി പ്രദേശങ്ങളിൽ 6 പുലിമുട്ട് നിർമ്മിക്കുന്നതും. ആ പദ്ധതി വന്നപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളോടും ജനങ്ങളോടും ഉദ്യോഗസ്ഥരോടും അധികാരികളോടും ഭരിക്കുന്നവരോടും എല്ലാവരോടും പറഞ്ഞിരുന്നു, ഇത് ചെയ്യുന്നത് അപകടമാണ്. ഒന്ന് പുലിമുട്ടിടുന്നത്, അതുകൂടാതെ തന്നെ തെക്ക് നിന്ന് പണി ആരംഭിച്ച് ഇടക്ക് വെച്ച് പണി നിർത്തിയാൽ എവിടെ പണി അവസാനിക്കുന്നു അതിന്റെ വടക്കുവശത്തേക്ക് തൊട്ടടുത്ത കാലവർഷത്തിൽ കടൽ കയറുമെന്നുള്ളത്. 2021 തെരഞ്ഞെടുപ്പ്, രണ്ടാം പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ 344.2 കോടി രൂപയുടെ പദ്ധതി. ആ പദ്ധതി അപ്പം തന്നെ അവർ ഊരാളത്തിൽ അപ്പം തന്നെ ചെയ്ത് അടുത്ത 2022 കടലുകയറ്റത്തിന് കാലവർഷത്തിന് തന്നെ അതിന്റെ വടക്കുവശത്തേക്ക്, അതായത് പുത്തൻതോട് മുതൽ വടക്കോട്ട് അതിരൂക്ഷമായി കടൽ കയറാൻ തുടങ്ങി. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ ഗുരുതരമാണ്. ഇവിടെ ചെയ്തേ പറ്റൂ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊച്ചിൻ പോർട്ട് നിലനിർത്തുന്നിടത്തോളം കാലം നമ്മളുടെ വി ടി സെബാസ്റ്റ്യൻ, ക്വിന്റൻ കാന്തിയോസ്, മെറ്റിൽഡ ക്ലീറ്റസ്, ആന്റണി ഷാജി, റീന സാബു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ടെട്രാപോഡ് കടൽഭിത്തി കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഈ 15 പുലിമുട്ടുകളുടെ ഒരു ഡിസൈനാണ് ഉണ്ടായിരുന്നത് ഈ പ്രദേശത്ത്, കണ്ണമാലി പ്രദേശത്ത്. പക്ഷേ ഇപ്പോൾ 15 പുലിമുട്ടുകളില്ലാതെ കടൽഭിത്തി മാത്രമായിട്ടും നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടി പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാകും. അപ്പോൾ കടൽഭിത്തി മാത്രമായിട്ട് ഈ കടൽക്കയറ്റം തടയാനായിട്ട് കഴിയില്ല. ബീച്ചിൻ്റെ പുനർനിർമ്മാണം, തീരം പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കൂടി സർക്കാർ കടക്കണം. അപ്പോൾ അതിന് കൊച്ചിൻ പോർട്ടിൻ്റെ മണ്ണ് ഉപയോഗിച്ച് തീരം പുനർനിർമ്മിക്കാനുള്ള നടപടി കൂടി സർക്കാർ ചെയ്യണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.